ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സദ്യ സ്റ്റൈൽ പൊട്ടാറ്റോ മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറി ചപ്പാത്തിയുടെ കൂടെയായാലും എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ഗ്ലാസ് ഗ്രീൻ പീസാണ്. ഇത് ഉണക്ക ഗ്രീൻ പീസാണ്. ഇത് വെള്ളത്തിലിട്ട് 4-5 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ വെന്തുടഞ്ഞു പോവാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 കുരുമുളക് ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായും 2 കറിയാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയുടെ അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. അപ്പോൾ ഒരു 4-5 ചുവന്നുള്ളി എടുത്തിട്ട് ഒന്ന് ഇതിൽ കൂടി ഇട്ട് അതും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് 3 കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ചേർക്കണ്ട, 3 എണ്ണം മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഇളക്കി വറുത്തെടുക്കാം. ഇനി ഇത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിനാണ് മുറിച്ചിട്ടുള്ളത്. ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകാണ്ട് വേണം ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിലിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടിയും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 വെളുത്തുള്ളി ചതച്ചെടുക്കാം. അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഈ സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം വാടി ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസും കൂടിയിട്ട് നന്നായി ഇത് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തുണ്ടായില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളിവിടെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അധികം ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇലയിൽ വിളമ്പുമ്പോൾ ഈ കറി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.